ബ്രസീൽ ജയിക്കണമെന്നും എന്നാൽ തങ്ങളുടെ സഹതാരമായിരുന്ന ഡക്കിൻസ് നേസൺ ഹൈത്തിക്ക് വേണ്ടി ഗോൾ നേടണമെന്നും ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഇന്ത്യൻ താരങ്ങളായിരുന്ന CK വിനീതും മുഹമ്മദ് റാഫിയും. ബ്രസീലിന്റെ കളി മോശമാണെന്നും തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നതായും ഇരുവരും പറഞ്ഞു. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. ലോകകപ്പിൽ ബ്രസീൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിന് ഇറങ്ങുകയാണ്. ഹെയ്ത്തിയാണ് ബ്രസീലിന്റെ എതിരാളികൾ. നമുക്കൊപ്പം ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ ചേരുകയാണ്. വിനീതേട്ട, ബ്രസീൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിന് ഇറങ്ങിയാണ്. ആദ്യ മത്സരത്തിൽ സമനിലയായിരുന്നു. മൊറോക്കോ ശക്തമായിട്ടുള്ള ഒരു ടീമായിരുന്നു. ഇന്ന് താരതമ്യേന നോക്കുകയാണെങ്കിൽ ശക്തി കുറവുള്ള ടീമാണ്. പക്ഷെ നമുക്ക് ഈ ലോകകപ്പിൽ ഒരു ടീമിനെ അങ്ങനെ എഴുതി തള്ളാനും കഴിയില്ല. എങ്ങനെയായിരിക്കും ഒരു മത്സരത്തിന്റെ ഒരു പിക്ചർ എങ്ങനെയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ബ്രസീൽ നല്ലോണം കളിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ കഴിഞ്ഞ കളി കണ്ടിട്ട് എനിക്കത്ര തൃപ്തിയായിട്ടില്ല. കാരണം മിഡ്ഫീൽഡൊന്നും എന്താ പറയുക, ഫോമിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്നും നെയ്മർ കളിക്കുന്നില്ല എന്നുള്ളതാണ് വാർത്തകളിൽ കാണാൻ പറ്റിയത്. അപ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല. നെയ്മർ വന്നാൽ മാറും എന്നുള്ളതായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നെയ്മർ ഇല്ലാതെ തന്നെ മാറ്റാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ അവർ കളിക്കണം എന്നുള്ളതാണ് പ്രതീക്ഷ. ബ്രസീൽ ജയിക്കും എന്നുള്ളത് തന്നെയാണ്. നല്ല കളി കളിച്ച് ജയിക്കും എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ കുറേ നാളായിട്ട് ബ്രസീലിനുള്ള ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ അത് ഒരു കോച്ചിനെ മാറ്റിയിട്ടുണ്ട്, പ്ലേയേഴ്സിനെ റൊട്ടേഷൻ നടത്തുന്നുണ്ട്. എവിടെ ആയിരിക്കും അവരുടെ ഒരു പ്രൈം ടൈം നഷ്ടമായി പോയിരിക്കുന്നത്? ബ്രസീലിൻ്റെ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് റൊണാൾഡീഞ്ഞോ, റൊമാരിയോവും അല്ലെങ്കിൽ റിവാൾഡോ, കക്ക എന്നുള്ള ഒരു ടാലൻ്റ്, അതായത് നമ്മളെ തലമുറ താരതമ്യം ചെയ്യുന്നത്. അതിനൊത്ത പ്ലേയേഴ്സ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ബ്രസീലിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ പ്ലേയേഴ്സിനെ മാറ്റി നിർത്തിയാൽ അവരെ ലെവലിലേക്ക് വരുന്ന പ്ലേയേഴ്സ് ഇല്ല. അതിൻ്റെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ തമ്മിൽ കളിച്ചിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട ഒരു താരമായിരുന്നു ഡക്കൻസ് നേസൺ. അദ്ദേഹം ഇന്ന് കളിക്കുന്നുണ്ട്, അദ്ദേഹം ടീമിലുണ്ട്. അപ്പോൾ എന്താണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? നിങ്ങൾ ഒരുമിച്ച് പന്ത് തട്ടിയിട്ടുള്ളവരാണല്ലോ. 2016 നമ്മൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഗോൾ നേടിയ ഒരാൾ നാസനാണ്. അതായത് എനിക്ക് തോന്നുന്നു ഡൽഹിക്കെതിരെ സെമി ഫൈനൽ സെക്കൻഡ് ലെഗിൽ അദ്ദേഹത്തിൻ്റെ ഗോളിലാണ് നമ്മൾ പെനാൽറ്റിയിലേക്ക് വരുന്നത്. നല്ല കളി കളിക്കാനും ഒന്നോ രണ്ടോ ഗോൾ അടിക്കാൻ ബ്രസീലിനെതിരാണെങ്കിലും ബ്രസീൽ 3 തിരിച്ചടിക്കട്ടെ, പക്ഷേ സാധിക്കട്ടെ എന്നുള്ളതാണ്. റാഫിക, ഈ ബ്രസീലിന്റെ ഫസ്റ്റ് മത്സരം, ഓഫ് കോഴ്സ് നമ്മളൊക്കെ പല ടീമിന്റെ ഫാൻസാണ്. പക്ഷേ നമ്മളൊരു ക്വാളിറ്റി പ്രതീക്ഷിക്കുമല്ലോ ബ്രസീൽ പോലൊരു ടീമിൽ നിന്നും. ആ ക്വാളിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല. ഈ മത്സരത്തിൽ എങ്ങനെയാകും റിസൾട്ട് എന്നാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്? തീർച്ചയായും നമ്മൾ ഫസ്റ്റ് മാച്ച് കണ്ടപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ബ്രസീലിനെ നമ്മൾ എപ്പോഴും ഞാനൊരു അർജൻറ്റീന ഫാനാണ്, എന്നാലും ബ്രസീലിൻ്റെ മാച്ച് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ മനസ്സിലുള്ളത് ഈ വിനീത് പറഞ്ഞ പോലെ റൊണാൾഡീനോ, അതുപോലെ കക്ക, കപ്പു, ഇവരിലൊരു ബാച്ച്, ആ ബാച്ചിൻ്റെ ഇനി ഏത് ടീം വന്നാലും ബ്രസീലിന് അവരെ ഈസി ആയിട്ട് തോൽപ്പിക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു ടീമുണ്ടായിരുന്നു. ആ സമയത്തുള്ള ടീമിൻ്റെ കുറച്ച് പോലും ഈ ഫസ്റ്റ് വേൾഡ് കപ്പിൽ കളിക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ ഒരു സഹതാരം കളിക്കുകയാണ്, അതൊരു വലിയൊരു പ്രൗഡ് മൊമെന്റ് കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു ആശംസ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൂടെ കളിച്ചൊരു പ്ലെയർ വേൾഡ് കപ്പ്, അതും വേൾഡിൽ തന്നെ ബ്രസീലിനെതിരെ കളിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, അത്രയും എക്സൈറ്റ്മെൻ്റ് ആണ് കാണുന്നില്ലത്. അപ്പം ഭയങ്കര സന്തോഷമാണ്. നല്ലൊരു കളി കാഴ്ചവെക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു മാച്ച് കാണാൻ പറ്റുന്ന പ്രതീക്ഷയാണ്. അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരും ഒരേ തരത്തിലുള്ള രണ്ടാഗ്രഹങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഡക്കൻസ് നേസൺ ഗോൾ അടിക്കണം, എന്നാൽ ബ്രസീൽ ജയിക്കണം എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും. ക്യാമറാമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.